നമ്മൾ കേട്ടിട്ടില്ലേ ഈ കുഞ്ഞു വായിൽ വലിയ വർത്താനം പറയുന്ന പിള്ളേരെ കേട്ടിട്ടില്ലേ? പക്ഷേ ഉണ്ടല്ലോ, ആ പിള്ളേർ മിടുക്കന്മാരാ. നമ്മൾ അവരെ ആ വർത്താനം സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പറയും, ഓ എന്നെ പറയുക മുട്ടേന്ന് വിരിഞ്ഞില്ലല്ലോ, അതിനു മുമ്പ് തുടങ്ങി ഇതൊക്കെ എന്താ വലിയ വലിയ ആൾക്കാർ പറയും പോലെ കിടന്ന് സംസാരിക്കുന്നതെന്നൊക്കെ നമ്മൾ കിടന്ന് പറയാറില്ലേ? പക്ഷേ ആ കുഞ്ഞുങ്ങളെ നമ്മൾ നിരുത്സാഹപ്പെടുത്തരുത് ഒരിക്കലും. ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ദേവനന്ദ എന്ന് പറയുന്ന ഒരു ഒരു ആർട്ടിസ്റ്റ്, ഒരു സിനിമ അഭിനയിക്കുന്ന ഒരു കുഞ്ഞിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ എന്ത് മോശമായിട്ടുള്ള കമൻറ്റുകളും ഒക്കെ ആൾക്കാരിട്ടതല്ലേ? അത് അവരുടെ വിവരദോഷം കൊണ്ട് വരുന്നതാണ്. ആ കുഞ്ഞുങ്ങൾ ഇന്നത്തെ സമൂഹത്തിലാണ് ജീവിക്കുന്നത്. പണ്ട് വായിൽ വെള്ളം ഒഴിച്ച് മുറുക്കി തുപ്പിക്കൊണ്ടിരുന്ന പോലൊരു ജീവിതമല്ല ഇന്നത്തെ പിള്ളേരുടെ ജീവിതം. ഇന്നത്തെ പിള്ളേർ എന്നാന്ന് പറഞ്ഞാൽ യുഗത്തിൽ ജീവിക്കുന്ന പിള്ളേരാണ്. അവർക്ക് എന്ത് വേണേലും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എല്ലാവർക്കും ഉണ്ട് സ്വാതന്ത്ര്യം. ആ കൊച്ചിന് മാത്രമെന്നല്ല, എല്ലാവർക്കും ഉണ്ട്. അതിന് ആ കൊച്ചിന് സംസാരിക്കുന്നതിന് എന്നാന്ന് പറയണേ, അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിൽ, അതിനെ നിശ്ചിതമായിട്ട് വിമർശിക്കുന്ന രീതിയിലൊക്കെ സോഷ്യൽ മീഡിയയിൽ ഞാൻ അന്ന് കണ്ടതാണ്. എനിക്കിപ്പോഴല്ലേ വീഡിയോ ഇടാൻ സാധിച്ചത്. ഒരിക്കലും ഈ കുഞ്ഞുങ്ങളുടെ ബുദ്ധി ഭയങ്കരമായിരിക്കും, ഇങ്ങനെ സംസാരിക്കുന്ന കുഞ്ഞുങ്ങൾ. പിന്നെ അവർ പരിസ്ഥിതി, നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന സംഭവങ്ങളെയൊക്കെ മനസ്സിലാക്കുന്ന പിള്ളേരായിരിക്കും. സാധാരണ പൊട്ടപ്പിള്ളേരെ പോലെ ആയിരിക്കില്ല. അത് തന്നെയല്ല, അവരറിഞ്ഞ ശേഷമാണ് അങ്ങനെ സംസാരിക്കുന്ന പിള്ളേർ. എല്ലാ കാര്യം അറിഞ്ഞ ശേഷമായിരിക്കും അവർ സംസാരിക്കുന്നത്, അല്ലാണ്ട് അറിയാതെ ഒന്നുമല്ല കുഞ്ഞുങ്ങൾ സംസാരിക്കുന്നത്. അത് സ്കൂളിലാണേലും കണ്ടില്ലേ, ഇങ്ങനെ കഴിവുള്ള പിള്ളേരെ ആയിരിക്കും ലീഡർമാരായിട്ടൊക്കെ തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ കണ്ടിട്ടില്ലേ? സ്കൂളിലൊക്കെ ലീഡേഴ്സായിട്ട് തിരഞ്ഞെടുക്കുന്നതും അസംബ്ലിക്ക് നേതൃത്വം നൽകുന്നതൊക്കെ ഇങ്ങനെയുള്ള പിള്ളേരായിരിക്കും. ഇങ്ങനെയുള്ള പിള്ളേർക്കാണ് കഴിവുള്ളത്. കഴിവില്ലാത്തവരാണ് എന്നിട്ടിരുന്ന് ഈ കുറ്റം പറയുന്നത്. ഇത് പറയുന്നത് എന്നാണെന്നറിയാമോ? കുറേ പ്രായമായ മൂത്ത് നരച്ചിരിക്കുന്ന കുറേ എണ്ണങ്ങൾക്ക് വേറെ തൊഴിലൊന്നും ഇല്ലാണ്ട് ഒരു കഴിവും ഇല്ലാണ്ടിരിക്കുമ്പോഴാണ് അവർ ഈ മറ്റുള്ള ഇങ്ങനെയുള്ള നല്ല മിടുക്കന്മാരായ പിള്ളേരെ ഈ കുറ്റവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് എന്നെന്ന് പറയുന്നത്, ഈ നമ്മൾ കണ്ടിട്ടുണ്ടോ, ഈ സാധാരണ നമ്മുടെ ചുറ്റുവട്ടത്ത് കടകളൊക്കെ ഉണ്ടെങ്കിൽ ആ കടയിലൊക്കെ പോയി സാധനങ്ങളൊക്കെ മേടിക്കുന്ന പിള്ളേർ ഭയങ്കര സ്മാർട്ടായിരിക്കും. അവർ എല്ലാവരോടും നല്ല സംസാരമൊക്കെ ആയിട്ടും എല്ലാവരോടും ഇടപഴകി ജീവിക്കുന്ന മക്കളായിരിക്കും അത്. ആ കടയിലൊക്കെ പോയി ആ കടയിലിരുന്ന് അവരുടെ തമാശകളും മറ്റുള്ളവരും എല്ലാം കുറേ ആൾക്കാർ വന്ന് കൂടുമല്ലോ, അവരോടൊക്കെ സംസാരിച്ചിട്ട് ആ കുഞ്ഞുങ്ങളും നല്ല രീതിയിൽ സംസാരിക്കണം. ആ സമയത്ത് ഒറ്റപ്പെട്ട ഒരു ഗ്രാമപ്രദേശത്ത് ജീവിക്കുന്ന പിള്ളേരുണ്ടല്ലോ, അങ്ങനെ സംസാരിക്കുന്ന പിള്ളേരായിരിക്കില്ല. അവർ ഒതുങ്ങിക്കൂടി ഈ കാർന്നോന്മാരുടെ ചെറുകിനടിയിൽ ഇങ്ങനെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നത്. ചില കാർന്നോന്മാരുണ്ട്, മക്കൾ എന്തെങ്കിലും സംസാരിക്കാൻ തുടങ്ങുന്നതിനും എടാ നീ വലിയ വർത്താനമൊന്നും പറയല്ലേ, നിർത്തിക്ക് എന്നും പറഞ്ഞുകൊണ്ട് അതൊരിക്കലും ചെയ്യരുത്. മക്കൾക്ക് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. അവർ സംസാരിക്കട്ടെ, അവർ സംസാരിക്കണം നല്ല കാര്യങ്ങളായിരിക്കും. ഈ കാർന്നോന്മാരെ പോലെ പൊട്ട വിവരമില്ലാത്ത കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. അവർക്കതിന് സ്വാതന്ത്ര്യം കൊടുക്കില്ല. എന്തോരം പിള്ളേരുണ്ടെന്നറിയാവോ, നല്ല കഴിവിട്ട് നല്ല രീതിയിൽ സംസാരിക്കുന്ന എന്തോരം ആൺപിള്ളേരും പെൺപിള്ളേരും ഉണ്ടെന്നറിയാവോ. അങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റും. അല്ലാണ്ട് നമ്മൾ സംസാരിക്കുമ്പോഴത്തേനും നീ മിണ്ടാണ്ടിരിക്കുക, നീ മുട്ടേന്ന് വിരിഞ്ഞില്ലല്ലോ, നിനക്ക് എന്നാ ഇങ്ങനെ സംസാരിക്കണേ, ഇതെന്നാ വലിയ അമ്മാവന്മാർ സംസാരിക്കും പോലെ സംസാരിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ മക്കളെ ഭീഷണിപ്പെടുത്തുന്നവരുണ്ട്. അതേപോലെ ചിലർ അടിയും വെച്ച് കൊടുക്കും പിള്ളേർ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ. ഇതൊന്നും ചെയ്യരുത് മക്കളെ. അവരുടെ ആ ബുദ്ധിയാണ് അവർ നല്ല കാര്യഗൗരവത്തോടുകൂടി ചില പിള്ളേർ ചില പിള്ളേരുടെ ജീവിതാനുഭവങ്ങൾ അവരെ ഇങ്ങനെ സംസാരിക്കാൻ പ്രേരിപ്പിക്കും കേട്ടോ. ഞാൻ കണ്ടിട്ടുണ്ട്, പണ്ടൊക്കെ നമ്മൾ തമാശയ്ക്ക് ഓരോ കാരണവന്മാരല്ല, ഈ ഒരു തരം മനുഷ്യർ എവിടെയെങ്കിലും ഒരു ഫംഗ്ഷന് 4 പേര് കൂടുമ്പോൾ ഈ കുഞ്ഞാമ്പിള്ളേർ 5 വയസ്സ് താഴെയുള്ളതിനൊക്കെ വരുമ്പോഴത്തേനും അവരെ നിക്കറെ പിടിച്ചൊരു വലിയ വെച്ച് കൊടുക്കും. നിക്കറങ്ങ് ഊരി പോകുമ്പോൾ ഈ കൊച്ചിങ്ങനെ ചമ്മി നിൽക്കും. അപ്പോഴത്തേനും ചുറ്റുമുള്ളവർ ഭയങ്കര ചിരിയൊക്കെ ചിരിക്കും. ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യരുത്. അതൊക്കെ അതിൻ്റെ ആ കുഞ്ഞു മനസ്സിൽ എന്തോരം മുറിവുകൾ ഏൽപ്പിക്കുന്നുണ്ടെന്നറിയാവോ. അത് ചില പിള്ളേരുണ്ട് ബാത്റൂമിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ തന്നെ 2 വയസ്സും 3 വയസ്സുള്ളതൊക്കെ തോർത്തും ചുറ്റി ഇറങ്ങി വന്നൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ. അപ്പം അങ്ങനെയൊന്നും കുഞ്ഞു മനസ്സിനെ വേദനിപ്പിക്കാൻ ശ്രമിക്കരുത്. പെൺപിള്ളേരെ ഒക്കെ ഉണ്ട് ഉടുപ്പെ പിടിച്ചൊരു പൊക്കൊക്കെ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യരുത്. അവരുടെ ആ സ്വകാര്യത അവരിഷ്ടപ്പെടുന്ന മക്കളാണ്. അപ്പം അവരെ അതിന് അപ്പോഴാണ് ചില പിള്ളേർ വല്ലതൊക്കെ തിരിച്ചു പോടാ വട്ടീന്നോ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. കാരണം അവരുടെ ആ കുഞ്ഞു മനസ്സിലെ രോഷം അവർ പ്രകടിപ്പിക്കുന്നതാണ്. അതിന് നമ്മൾ പറയും ഉണ്ടോ, കുറേ നാട്ടിലില്ലാത്ത അമ്മാവന്മാരും ഏർപ്പെടും, കുറേ അമ്മായിമാരും വരും, കുറേ കൊച്ചച്ചന്മാരും ഏർപ്പെടും. എന്നിട്ട് പറയും അയ്യോ അങ്ങനെയൊന്നും പറയരുത് കേട്ടോ, ഇത് എന്നാ ആരോടാ പറഞ്ഞതെന്നറിയാവോ എന്ന്. ആരോട് പറഞ്ഞാൽ എന്നാ, തെമ്മാടിത്തരം കാണിച്ചാൽ ആരോട് വേണേലും പറയാൻ പറ്റില്ലേ. നമ്മുടെ മക്കളെ അങ്ങനെ തന്നെ വളർത്തണം. തെമ്മാടിത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു പറയാനുള്ള ഇതിൽ തന്നെ വളർത്തണം. അല്ലാണ്ട് നമ്മുടെ മക്കളെ അടക്കി വെച്ച് പഠിപ്പിക്കരുത്. കാരണം ഇങ്ങനത്തെ
അതുപോലെ ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ. ചിലർ തലമുടിയെ പിടിച്ചൊരു പൊക്ക് വെച്ച് കൊടുക്കുക, ഇങ്ങനെയൊക്കെ വലിയ തമാശയായിട്ട് കാണിക്കുന്നതാണ്. പക്ഷേ അത് ആ കുഞ്ഞിൻ്റെ മനസ്സിൽ എന്തോരം വേദന എടുക്കുന്നു എന്ന് നമ്മളറിയാം. ചില സാധനങ്ങളൊക്കെ വരുമ്പോൾ എന്തെങ്കിലും കയ്യിൽ എന്തെങ്കിലും സാധനമൊക്കെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ അതിൻ്റെ ഒരു തട്ട് വെച്ച് കൊടുക്കുക, ഇതൊക്കെ വലിയ തമാശയായിട്ട് കാണിക്കും. ആ കുഞ്ഞു പിള്ളേർക്ക് അതൊക്കെ ധാരാളം മതി. വലിയവരാണ് നീ പോടാന്ന് പറഞ്ഞിട്ട് പൊക്കോളും. കുഞ്ഞുങ്ങൾ ചിലത് മിണ്ടില്ല, ചിലത് നല്ല തിരിച്ചും പറയും. അപ്പോൾ ആ പിള്ളേർ നല്ല ബോൾഡായിട്ടുള്ള പിള്ളേരാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതുങ്ങളെ അങ്ങനെ തന്നെ വളർത്തിക്കൊണ്ടുവരണം. അല്ലാണ്ട് വേറെ അതുങ്ങളുടെ അടുത്തൊന്നും ഒരു കളി നടക്കില്ല. അത് നല്ല ബുദ്ധിയുള്ള പിള്ളേരാണ്, അവർ നല്ല കാഴ്ചപ്പാടുള്ള പിള്ളേരാണ്. അവർക്ക് സമൂഹത്തിൽ നടക്കുന്ന എന്താണെന്ന് പിന്നീട് പ്രായമാകുമ്പോൾ മനസ്സിലാക്കുന്ന പിള്ളേരാണ്. പ്രായമായി കഴിയുമ്പോൾ അവരുടെ അടുത്ത് ഒരു കളിയും കൊണ്ടും ചെന്നിട്ടുണ്ടെങ്കിൽ നടപടിയില്ലാത്ത മക്കളായിരിക്കും. നല്ല സ്ട്രോങ് ആയിട്ടുള്ള മക്കളായിരിക്കും അവർ. അല്ലാണ്ട് ഈ ചെറുപ്പത്തിലേ തന്നെ നീ മിണ്ടാണ്ടിരിക്കുക, മുതിർന്നവരോട് അങ്ങനെ എന്നാ മുതിർന്നവർ നല്ലതാണോ കാണിച്ചു കൊടുക്കണമെങ്കിൽ പിള്ളേർ അതനുസരിച്ചിരിക്കും. അച്ഛനും അമ്മ എന്താണോ കാണിച്ചു കൊടുക്കണം അതാ പിള്ളേർ ചെയ്യുള്ളൂ. സമൂഹം എന്താണോ കാണിച്ചു കൊടുക്കണം അതേ പിള്ളേർ ചെയ്യുള്ളൂ. നമ്മുടെ സമൂഹത്തിൽ എന്തിനാ ഇങ്ങനെ മക്കളെ അടക്കി വെക്കുന്നത്? നമ്മൾ മക്കളെ അനുസരണ പഠിപ്പിക്കണം കേട്ടോ. അങ്ങനെ പറയരുത് ഇങ്ങനെ പറയരുതെന്ന് പറയുകയും ചെയ്യും. ഇവർ വായി തോന്നിയ മുഴുവൻ പറയുകയും ചെയ്യും. പിന്നെ പിള്ളേർക്കൊരു കൺഫ്യൂഷനാണ്, ഇതാര് പറയണ ചെയ്യേണ്ടതെന്ന്. അച്ഛനും അമ്മയും പറയും, അയ്യോ മറ്റുള്ളവരോട് മാന്യമായിട്ട് മറ്റുള്ളവർ വന്നാൽ ഇങ്ങനെ പെരുമാറണം അങ്ങനെ പെരുമാറണം എന്നൊക്കെ പറയുകയും ചെയ്യും. ആരെ അനാവശ്യമൊന്നും പറയരുതെന്ന് പറയുകയും ചെയ്യും. അവർ നാഴേക്ക് 40 വട്ടം ഇരുന്ന് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇത് മക്കൾ കേൾക്കുമ്പോൾ ഈ പിള്ളേർക്ക് ഇവർ പറയണ വിശ്വസിക്കണോ അതോ എൻ്റെ മനസ്സിലുള്ളതാണോ ശരി, ഏതാന്ന് പിള്ളേർക്ക് പോലും അറിയത്തില്ല. എന്നിട്ടാണ് ഈ മക്കളെ നന്നാക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നത്. ഒരിക്കലും നമ്മൾ മക്കളെ അടിച്ചിരുത്തി നന്നാക്കാൻ ശ്രമിക്കരുത്. നമുക്ക് മക്കൾക്ക് മാതൃക കാണിച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ. ചില പിള്ളേരൊക്കെ എന്ത് നല്ല പ്രായമായവർ പറയണേക്കാളും നല്ല ഗൗരവമായിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്ന മക്കളുണ്ട്. കുഞ്ഞു പിള്ളേർ 10 വയസ്സ് താഴെയുള്ള പിള്ളേർ നല്ല സ്ട്രോങ് ആയിട്ട് മറുപടി പറയുന്ന പിള്ളേരുണ്ട്. ഉരുളയ്ക്ക് ഉപ്പേര് പോലെ. അത് ചിലർ എന്ന് പറഞ്ഞിട്ടോ അത് CBSE സ്കൂളിൽ പഠിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ സ്റ്റേറ്റിൽ പഠിച്ചതോ, അവൻ സ്റ്റേറ്റിലാണ് പഠിച്ചത്, അല്ലെങ്കിൽ അവൻ വലിയ ഇൻ്റർനാഷണൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അവൻ്റെ അച്ഛനും അമ്മ ഉദ്യോഗസ്ഥരാണ്, അല്ലെങ്കിൽ അവൻ്റെ അച്ഛനും കൂലിപ്പണിക്കാരാണ്. ഇതൊന്നുമല്ല. നമ്മുടെ വീട്ടിൽ നമ്മുടെ സാഹചര്യങ്ങളാണ് മക്കളെ നമ്മളങ്ങനെ ആക്കിയെടുക്കുന്നത്. ഇത് ഒരു CBSE നമ്മളാ തരംതിരിക്കണേ, CBSE അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്നൊക്കെ. പിള്ളേരെല്ലാം പിള്ളേർ തന്നെയാണ്. ചിലർക്ക് ഇച്ചിരി വീട്ടിൽ പൈസ ഉണ്ടായിരിക്കും, ചിലർക്ക് ഇച്ചിരി സാമ്പത്തിക സ്ഥിതി കുറവാണെങ്കിലും നമ്മൾ എന്താണോ പഠിപ്പിക്കുന്നത് അതാണ് നമ്മുടെ മക്കൾ നമ്മൾ കാണിച്ചു കൊടുക്കുന്നത്, അതാണ് നമ്മുടെ മക്കൾ ചെയ്യുന്നത്. എന്നിട്ട് അവരെ മക്കളിട്ട് അടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? മക്കളെ ഇനിയിപ്പം ഒരു കുഞ്ഞൊരു നല്ല മിടുക്കിയായിട്ട് വന്നിരുന്ന ഒരു ചാനലിൽ വന്നിരുന്ന ഒരു ചർച്ചയ്ക്കകത്ത് പങ്കെടുത്തപ്പം അവളെ ചീത്ത പറയുന്നതെന്ന് വെച്ചാൽ കഴിവില്ലാത്തവന്മാരായി ചീത്ത പറയാൻ പോകുന്നത്. കഴിവില്ലാത്തവന്മാരെ വിമർശനം കൊണ്ടും ഇറങ്ങുന്നത്. എന്തും വായി തോന്നി. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്ക് ഒരു കഴിവുമില്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ കുറ്റവും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയുള്ളൂ. നമ്മളൊന്നും ചെയ്യാൻ നോക്കില്ല. നമ്മളിങ്ങനെ മറ്റുള്ളവരെ അവരങ്ങനെയായിരുന്നു ഇവരെങ്ങനെ, എനിക്കത് പറ്റിയില്ല, എനിക്ക് കിട്ടാനിരുന്ന അവനെടുത്തു, അല്ലെങ്കിൽ ഞാൻ വേണ്ടാന്ന് വെച്ച സാധനം അവരെടുത്ത്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറ്റവും പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ ഞാൻ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാം, എൻ്റെ കാര്യം നോക്കാൻ പണ്ടത്തെ എന്നാ പറയണേ മായാവി ലുട്ടാപ്പിയും ഒക്കെ കാർട്ടൂണും വായിച്ച് ജീവിച്ചവരാണ്. ഇന്നത്തെ പിള്ളേർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ എല്ലാ വശങ്ങളും പഠിച്ച പിള്ളേരാണ്. നമുക്ക് അറിയാവുന്ന തന്നെ പണ്ടത്തെ മായാവിയും ലുട്ടാപ്പിയും ഒക്കെ അതല്ലേ നമുക്കറിയത്തുള്ളൂ, കുട്ടൂസനും ഒക്കെ. ഇന്നത്തെ പിള്ളേരുടെ അടുത്തുനിന്ന് നമ്മളൊന്ന് ചുമ്മാ ഒരു മൊബൈൽ ഫോണിൽ സംശയം ചോദിച്ചു നോക്കിയേ, 2 വയസ്സായ കൊച്ചു നമ്മളെ കാണിച്ചു തരും. അതാ യുഗം. അതിന് നമ്മൾ മക്കളെ നിന്ന് മര്യാദ പഠിപ്പിക്കാൻ പോയ നടപടിയുണ്ടോ? അതിലും ഭേദം നാണം ഇല്ലാണ്ട് മിണ്ടാണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയുള്ളൂ. ഈ പഴയ എനിക്ക് തോന്നുന്ന ഒരു 40 വയസ്സിന് മുകളിലോട്ടുള്ളവരുണ്ടല്ലോ, പിള്ളേരുടെ കാര്യത്തിൽ ഇടപെടാണ്ടിരിക്കുക, പിള്ളേർ രക്ഷപ്പെട്ടു പോകുക. അതായത് 40 വയസ്സ് കഴിഞ്ഞ ഒരു 60-70 വയസ്സുള്ളവർ വായി തോന്നിയ നാക്കുവിട്ട് എവിടെയെങ്കിലും ഇരിക്കുക. അതിന് കീഴ്പോട്ടുള്ളവർക്ക് മാത്രമേ ഇച്ചിരിയെങ്കിലും സകലെങ്കിലും വിവരമുള്ളൂ. വിവരം എന്ന് പറയണ ഒരു ലെവലേശം പോലും ഇല്ലാത്തവരാണ് ഈ മക്കളെ ഇങ്ങനെ അടിച്ചു കെട്ടി ഈ മര്യാദയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വിവരവും ഇല്ലാത്തവരാണ്. സത്യം പറയാണ്ടിരിക്കാൻ പറ്റില്ല. പിള്ളേരുടെ കഴിവുകളെ ചെറുപ്പത്തിലെ മുരടിച്ച് അവർ ജീവിച്ച പോലെ തന്നെ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നവരാണ്. അവരെങ്ങനെയാണോ ജീവിച്ചത് ആ രീതിക്ക് അപ്പുറത്തോട്ട് മക്കളും ജീവിക്കരുതെന്നുള്ള രീതിയിലാണ് വലിയ അനുസരണയാണ് പഠിപ്പിക്കുന്നത്. അവരുടെ മനസ്സിൽ എന്താണെന്നറിയാം, വലിയ സംഭവം അവർ പഠിപ്പിച്ചു പറഞ്ഞതെന്ന് ഓർക്കണേ. എന്ത് സംഭവം? ഈ മക്കളെ ഇങ്ങനെ ആരും മിണ്ടരുത്, ആര് വരുമ്പോൾ എണീക്കരുത്, അവരെ എണീക്കണം, ഇവർ വരുമ്പോൾ എണീക്കരുത്. എന്നാൽ ഒരു പാവപ്പെട്ട ഒരു പ്രായമായ ഒരു മനുഷ്യൻ നമ്മുടെ വീട്ടിൽ പണിക്ക് വന്ന് അവർ എണീക്കാൻ പറയില്ലല്ലോ മക്കളോട്.
ആ സമയത്ത് വലിയ കൊടിമൂത്ത വലിയ ഹൈറ്റ് സ്റ്റാറ്റസ് ഉള്ളവർ വന്നാൽ നമ്മൾ പറയും ആ എണീക്കടാ, അവർ വന്നിട്ട് എന്തേ എണീക്കാത്തെ എന്ന് ചോദിക്കില്ലേ? നിങ്ങൾ ചിന്തിച്ചത് ശരിയാണെന്ന്. ആ സമയത്ത് നമ്മുടെ വീട്ടിലൊരു പണിക്കാരിയായ പ്രായമായ ഒരു അമ്മ വന്നു എന്ന് വെച്ചാൽ ഒരു മക്കളോടും നമ്മൾ എണീക്കാൻ പറയില്ല. ഈ തിരിച്ചു വ്യത്യാസമാണ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറ്റേണ്ടത്. ഇങ്ങനെയുള്ള ജീവിത രീതി, ഇങ്ങനെയുള്ള പറഞ്ഞു കൊടുക്കലുകളാണ് നമ്മൾ മാറ്റേണ്ടത്. എല്ലാവരെയും ബഹുമാനിക്കണം, പ്രായമായവരെയാണേലും ബഹുമാനിക്കണം, അല്ലാത്തവരെയും ബഹുമാനിക്കണം, എല്ലാവരെയും തുല്യരായിട്ട് കാണാൻ നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. അല്ലാണ്ട് മക്കൾ എന്തെങ്കിലും പറയുമ്പോഴത്തേനും അതിൽ കൊതിയും കുത്തിയിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഇനി ഒരു മക്കളും കേൾക്കാനും പോകില്ല കേട്ടോ, ഉള്ള കാര്യം പറഞ്ഞേക്കാം. ഈ ഉള്ള വായു അടച്ച് നാക്കും വായിലിട്ട് മര്യാദയ്ക്ക് ഇരുന്നാൽ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റും. അല്ലാണ്ട് ഒരു മക്കളും കേൾക്കില്ല. അതോർത്ത് ആരും ഇരിക്കണ്ട. ഇനിയുള്ള യുഗം എന്ന് പറയണത് എന്താണെന്ന് പറയണത് യുഗമാണ്. മക്കളെ പോയിട്ട് ആരെയും പിടിച്ചാൽ കിട്ടാത്ത കാലത്തിലേക്കൊക്കെ ഇനി ലോകം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ നമ്മൾ മാറിയില്ലെങ്കിൽ ശരിക്കും ദുഃഖിക്കും. അല്ലാണ്ട് മക്കളെ മര്യാദ പഠിക്കാൻ അവർ പറഞ്ഞു, മക്കൾ ഇന്നത് പറഞ്ഞു, മക്കൾ അന്നത് പറഞ്ഞു എന്ന് പറഞ്ഞ് ദുഃഖിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല. മക്കൾക്ക് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടായിരിക്കണം. മക്കളുടെ ശരീരത്തെ തൊട്ടുള്ള കളികൾ, അത് ഏത് അമ്മാവനാണേലും അമ്മായി ആണേലും കൊച്ചച്ഛനാണേലും കൊച്ചൻ, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞേക്കണം. കുഞ്ഞു പ്രായം തൊട്ട് തന്നെ മക്കളെ നോ പഠിപ്പിച്ചു വെച്ചേക്കണം. അതേപോലെ മക്കൾക്ക് എന്ത് പറയാനും അവർ പറഞ്ഞോട്ടെ. നാട്ടിൻപുറത്തുള്ള ചില പിള്ളേരൊക്കെ സംസാരിക്കണ കേൾക്കുമ്പോൾ കൂട്ടൊക്കെ കൂടി വളരുന്ന പിള്ളേർ സംസാരിക്കണ കേട്ടിട്ടുണ്ട് നമ്മൾ അന്തം വിട്ടു പോകും. നല്ല രസം അവരുടെ അടുത്ത് ഇരുന്നാൽ, കുറേ നേരം ഇരുന്നാൽ നമ്മൾ ഒരു ബോറും നമുക്ക് തോന്നില്ല. അങ്ങനെ സംസാരിക്കുന്ന പിള്ളേരുണ്ട്, കുഞ്ഞു പിള്ളേർ. കേട്ടോണ്ടിരിക്കാൻ നല്ല രസമല്ലേ കുഞ്ഞു മക്കൾ വർത്താനം പറഞ്ഞേക്കാൻ. എന്തുകൊണ്ടാണ്? അവരിങ്ങനെ സ്വാതന്ത്ര്യത്തിൽ ആ കൂട്ടിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ അവരങ്ങനെ സംസാരിച്ചു പഠിക്കും. അല്ലാണ്ട് നമ്മൾ ചിട്ടയും വട്ടവും മറിച്ച് ഇന്നതേ പറയാവുള്ളൂ, ഇന്നതേ കാണിക്കാവുള്ളൂ, അയ്യോ അങ്ങനെയാ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ഇതിലൊന്നും ഒരു കഥയില്ല കേട്ടോ. നമ്മൾ മുന്നോട്ട് പോവുക, നമ്മൾ ഈ കാലത്തിനൊത്ത് ഒഴുക്കിനൊത്ത് നീന്തിക്കൊണ്ടിരിക്കുക. നമ്മുടെ മക്കൾ നല്ല നിലയിൽ എത്തിക്കോളൂന്നേ. അവർക്ക് നീ മുട്ടയെന്നാ വിരിഞ്ഞതെന്നും പറഞ്ഞുകൊണ്ടൊന്നും കുഞ്ഞുങ്ങളെ ഒന്ന് അടിച്ചമർത്താണ്ടിരിക്കുക. ഞാൻ കുറേ കാലം കണ്ടതാ, ഞാൻ കുറേ വർഷം ഓണം ഉണ്ടതാ എന്നൊക്കെ കിടന്ന് പറഞ്ഞേക്കാം ചിലർ. ഓണം കൊണ്ടിട്ട് തന്നെ ഒരു വിവരമില്ലെങ്കിൽ എത്ര ഓണം കൊണ്ടിട്ടും കാര്യമില്ല. 90 ഓണം കൊണ്ടിട്ടും ഒരു മാറ്റം വരാത്ത എന്തോരം പേരുണ്ട് ഈ ലോകത്ത്. അതുകൊണ്ട് അതിലൊന്നും ഒരു കഥയില്ല. അതൊക്കെ പറഞ്ഞ് ചുമ്മാ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവനവൻ്റെ എന്നാ പറയണേ ആയുസും കളഞ്ഞിങ്ങനെ ഇരിക്കാവുന്നേ ഉള്ളൂ. നമ്മുടെ വായിൽ നാക്കിട്ടിട്ട് നമ്മൾ മര്യാദയ്ക്ക് ഇരിക്കുക. മക്കൾ നന്നായി വന്നോളൂ, എല്ലാ മക്കളും നന്നാവും അവരവരുടെ ബുദ്ധിപൂർവ്വം. ഇന്നത്തെ പിള്ളേരുടെ കയ്യിലുണ്ടല്ലോ ഏത് സൈസ് വേണേലും, ഏത് സൈസ് ഇൻ്റർനെറ്റിൻ്റെ പരിധികൾക്കപ്പുറത്ത് അവർ ബുദ്ധിപൂർവ്വം എന്നാ പറയണേ ബുദ്ധിയെ വികസിപ്പിക്കാൻ അവർക്കറിയാം. ഈ ലോകത്തിൻ്റെ ഏത് മൂലയിലിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചാലും ആ പിള്ളേർക്കറിയാം. അല്ലാണ്ട് നമ്മുടെ ഈ 4 ചുറ്റുവട്ടത്തുള്ള വീടുകളിലെ കാര്യമല്ല പിള്ളേർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ടത്തെ കളി പോലെയല്ല പിള്ളേരിപ്പോൾ കളിക്കുന്നത്. വലിയ ഇൻ്റർനാഷണൽ ലെവലിലുള്ള കളികളൊക്കെയാണ് പിള്ളേർ ഗെയിമാണെങ്കിൽ തന്നെ കളിക്കുന്നത്. അപ്പം നമ്മൾ മിണ്ടാണ്ടിരിക്കുക. നമ്മുടെ ഉള്ള അറിവും വെച്ച് നമ്മൾ മിണ്ടാണ്ട് വായും പൂട്ടിയിരിക്കുക. എന്തെങ്കിലും തെറ്റ് ചെയ്യണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി കുഞ്ഞുമക്കൾ. അല്ലാതെ നമ്മൾ വലിയ വകുപ്പൊന്നും പറഞ്ഞിട്ട് മക്കളെ കുറ്റപ്പെടുത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതെനിക്ക് പറയാനുള്ളൂ.